ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ ആളിക്കത്തി പ്രതിഷേധം. കേരള എംപിമാരുടെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ പാർലമെന്റിന്റെ ഇരുസഭകളും തള്ളിയതോടെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി. അതേസമയം സിസ്റ്റർ പ്രീതിക്കും വന്ദനയ്ക്കുമെതിരെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് വേദനാജനകമെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രതികരിച്ചു. ഭരണഘടനയ്ക്ക് അനുസൃതമായി ജീവിക്കാൻ ക്രൈസ്തവർക്കും അവകാശമുണ്ടെന്നും ആൻഡ്രൂസ് താഴത്ത്. 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതത്തിന് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണഘടന സംരക്ഷിക്കപ്പെടാനും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അപ്പോൾ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തിൻ്റെ ഭരണഘടനയും ഭാരതത്തിൻ്റെ കൂട്ടായ്മയും മതസ്വാതന്ത്ര്യമാണ്. ന്യൂനപക്ഷങ്ങൾ കേരളത്തിലൊഴികെ എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലെന്ന് ദീപിക ലേഖനം. മോദിയെ അടുത്ത പെരുന്നാളിനുകൂടെ വിളിച്ച് ആദരിച്ചാൽ മതിയെന്ന് യൂഹരോൻ മാർ മിലിത്യോസിന്റെ പരിഹാസം. അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ വീട് മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും P. രാജീവും സന്ദർശിച്ചു. പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കന്യാസ്ത്രീകൾക്ക് നീതി വേണമെന്ന് സിസ്റ്റർ പ്രീതിയുടെ കുടുംബം. പ്പെട്ടവർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്, കഷ്ടപ്പെടുന്ന സിസ്റ്റേഴ്സാണ്. അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ തുറങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്നത്. അതും കാരണങ്ങളില്ലാതെ, അവരുടെ ഭാഗത്ത് തെറ്റില്ലാതെയാണ്. കാരണം അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്കിൽ പോലും അതിനെ അവരാരും ചെവിക്കൊണ്ടില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ അവസ്ഥയിലേക്ക് വന്നത്. അപ്പോൾ നീതി കിട്ടണം, അത്രയേ ഉള്ളൂ. കാരണം നീതി ആരുടെ പക്ഷത്താണോ ആ നീതി കിട്ടിയിരിക്കണം. കാരണം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് നീതി കിട്ടുമെന്നുള്ളത്. ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് അവർ ഈ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും നീതി കിട്ടി തന്നെ ഇരിക്കും. ഏതെങ്കിലും തരത്തിൽ അവിടുന്ന് വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, കന്യാസ്ത്രീകളുടെ അറസ്റ്റ് പാർലമെന്റിനെ തന്നെ പ്രക്ഷുബ്ധമാക്കുന്ന സ്ഥിതിയാണ് ഇന്നുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ പുറത്തേക്ക് വരുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം, ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഗുരുതര വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനമടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിക്കൊണ്ട് ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മനുഷ്യക്കടത്ത് സംശയിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് FIR-ൽ ഉള്ളത്. ഏതായാലും ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ പ്രതികരണം ഉണ്ടാകുന്നു. ഒപ്പം ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ MPമാർ ഈ വിഷയം ഉന്നയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സഭ പ്രക്ഷുബ്ധമാകുന്ന സ്ഥിതി തന്നെയായിരുന്നു ഈ വിഷയത്തിൽ. ഇങ്ങനെ രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധ ഈ കന്യാസ്ത്രീകളുടെ കേസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ശരത് ലാൽ ചേരുന്നു വിവരങ്ങളുമായി. ശരത് ലാൽ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം, ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ടോ ഈ കേസിൽ? ലക്ഷ്മി പത്മ, കേന്ദ്ര സർക്കാർ ഇതുവരെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ ഇത് സംബന്ധിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാരണം കോടതിയിലാണ് കേസ്. കോടതി നടപടികൾ നടക്കട്ടെ എന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. പാർലമെൻ്ററി കാര്യ കിരൺ റിജിജുവും ഇതാണ് ഓഫ് ദ റെക്കോർഡായിട്ട് നമ്മളുമായിട്ട് പങ്കുവെച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര സർക്കാർ നിലപാട് കോടതിയിലുള്ള കേസാണ്, അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. എന്നാൽ CBSE സഭ ഇന്ന് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ യോഗം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിൽ വളരെ രൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങളാണ് സർക്കാരിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ആദ്യം നൽകിയ FIR മനുഷ്യക്കടത്ത് മാത്രമായിരുന്നു. പിന്നീടാണ് മനുഷ്യക്കടത്തിന് പുറമെ മതപരിവർത്തന കൂടി കൂട്ടിച്ചേർത്തത്. 10 വർഷം വരെ തടവ് ലഭിക്കുന്ന ഒരു ശിക്ഷ ലഭിക്കുന്ന ഒരു വകുപ്പാണിത്. ജാമ്യമില്ലാത്ത വകുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ സംബന്ധിച്ചിടത്തോളം ഇവർ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ ഇപ്പോൾ നൽകാത്തത്. ഇന്ന് വൈകിട്ടോടെ സുപ്രീം കോടതി അഭിഭാഷകരോടക്കം സംസാരിച്ച ശേഷം ജാമ്യാപേക്ഷ നൽകാം എന്നൊരു ധാരണയിലാണ് CBCI വൃത്തങ്ങൾ. ലക്ഷ്മി, ശരത് ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ച് ഉറപ്പായി പോകും. UDFനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ എന്നെ കാണില്ല. അത് ഞാൻ സമ്മതിക്കുന്നു, അത് ഞാൻ സ്വീകരിക്കുന്നു. അദ്ദേഹം മാറണ്ട. UDF 100-ലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാമെന്ന് പറയുന്നത് ഞാൻ രാജിവെക്കരുത്.
അദ്ദേഹം ആജീവനാന്തം അവിടെ ഇരുന്നോട്ടെ, ഞാനും അദ്ദേഹമായിട്ട് മത്സരമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യും. അല്ല, അത് വെല്ലുവിളിയല്ല, ഞാനത് ചെയ്യും. UDFനെ തകർപ്പൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കും. നിങ്ങളിനെ എന്നെ കാണില്ല. ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. തുടർന്ന് മറ്റ് ചോദ്യങ്ങളോടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടത്.